ഹലോ, നമസ്കാരം. ആര്യയ്ക്ക് വേണ്ടിയിട്ട് 3 കേക്ക് ഞാൻ ചെയ്തിരുന്നു. ആര്യയും ഫാമിലിയും ഓസ്ട്രേലിയയിലാണ്. അവിടുന്ന് തന്നെ നാട്ടിലേക്ക് വരുമ്പോൾ ഏതൊക്കെ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ കേക്ക് ഞാൻ കൊടുത്തത് ഒരു ഡെസേർട്ടായിട്ടാണ്. ഒരു ഡെസേർട്ട് ടിൻ, നമ്മുടെ ലെമൺ കേർഡിൻ്റെ. ആര്യ കുറച്ച് ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ ഗോവയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ട്രീറ്റ് എന്ന നിലയ്ക്ക് ലെമൺ കേർഡ് ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, 18th ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പേർക്ക് കുറച്ച് ഐറ്റംസ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ആര്യയായിരുന്നു. അങ്ങനെ ആര്യയ്ക്ക് വേണ്ടിയിട്ട് ലെമൺ കേർഡ് കൊടുക്കാൻ പറ്റി. ആര്യയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു രക്ഷയില്ലാത്ത രീതിക്ക് സപ്പോർട്ടീവാണ്. നമ്മളൊരു ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും നടന്നിട്ട് അതിന് എന്തൊക്കെ നല്ലതുണ്ടോ അതൊക്കെ ലാവിഷ്ലി നമ്മളോട് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ്. ശരിക്കും പറഞ്ഞാൽ തിരിച്ച് നമുക്ക് എന്താ ഇപ്പോൾ പറയുക എന്നുള്ളത് പലപ്പോഴും എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ കൈൻഡ് വേർഡ്സ് അല്ലെങ്കിൽ ഗുഡ് വേർഡ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് പകരം പറയാൻ എനിക്ക് വാക്കുകൾ ഉണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഓരോ ഫീഡ്ബാക്കിൻ്റെ സമയത്തും എനിക്കുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് കേക്കാണ് ഇത്. മോൾക്ക് വേറെ എന്തെങ്കിലും ഫില്ലിംഗ് ഒന്നും വരുന്നത് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനത്തെ വാനില ക്രീം വെച്ചിട്ട് നമുക്ക് ഫില്ലിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഹെലോ കിറ്റി ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഒരു തീം എവിടെയെങ്കിലും വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് അങ്ങനെ ഡിസൈഡ് ചെയ്തു കേട്ടോ. ഈ ഒരു തീമിന് ഡിമാൻഡ് ചെയ്യുന്ന മാതിരി വളരെ വളരെ മിനിമം കളർ ഇതിലൊന്ന് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ കളർ ചേർക്കാറില്ല. പണ്ടൊക്കെ വിപ്പിംഗ് ക്രീമിൽ കൂടുതൽ കേക്ക് ചെയ്തിരുന്നൊരു കാലത്ത് കളേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ബട്ടർ ക്രീം മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 99% ബട്ടർ ക്രീമിലാണ് നമ്മൾ കേക്ക് ചെയ്യണത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ ഓരോ എലമെൻറ്റും 100% ഹോം മെയ്ഡായി. ഞാൻ വളരെ മിനിമം സാധനങ്ങൾ മാത്രമേ പുറത്തുനിന്ന് കേക്കിലേക്ക് നേരിട്ട് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലോട്ടസ് ബിസ്കോഫൊക്കെ പോലത്തെ അതൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഞാനൊരിക്കലും ഒരു ഫാൻസി കേക്കിൻ്റെ ആളല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എൻ്റെ അടുത്തുനിന്ന് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ക്വാളിറ്റിയിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് കേട്ടോ എൻ്റെ ഫോക്കസ്. പിന്നെ മിനിമം ഭംഗിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നേച്ചറിന് നമുക്ക് തരാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അറിയാലോ അത്. പക്ഷെ വല്ലപ്പോഴൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന മാതിരത്തെ ഇതുമാതിരി ഒരു കുറഞ്ഞ ഫാൻസി ലുക്കിങ്ങിലേക്ക് വരുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ 4 ബോൾസ്, മിനിമം കളേഴ്സ്, ഇങ്ങനെയൊക്കെ. അതും ചിലപ്പോഴൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. അങ്ങനെ ആര്യയ്ക്ക് കൊടുത്ത രണ്ടാമത്തെ കേക്കാണിത്. ഇത് 3rd കേക്കാണ്. ഇത് ടെൻഡർ കോക്കനട്ട് ആയിരുന്നു.